22 വർഷത്തെ സൺഡേ സ്കൂളിൻ്റെയും മിഷനിൻ്റെയും തിരുവാല സഖ്യത്തിൻ്റെയും ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള പഠനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. ഏതൊരു പ്രവൃത്തിയും ഈശ്വരാനുഗ്രഹമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് മേൽക്കൂരയില്ലാത്ത ഭവനം പോലെയാണെന്നാണ് പ്രശസ്തനായ ഭൂഷൺ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് സെറീനയും അൻഷുവിനെയും ക്ഷണിക്കുന്നു. ഏതൊരു പ്രസ്ഥാനവും വളർന്നു പന്തലിക്കണമെങ്കിൽ അടിപതറാത്ത നേതൃത്വം മാത്രം പോരാ, നിസ്വാർത്ഥ സേവനത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ്. അത് നമ്മുടെ മിഷൻ ലീഗിനും സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രശസ്തമായിട്ട് മാറണമെങ്കിൽ, രൂപതയിൽ അറിയപ്പെടുന്ന ഒരു സൺഡേ സ്കൂളായി മാറണമെങ്കിൽ അതിന് ഏറ്റവും കാരണഭൂതനായ ആള് നമ്മുടെ ഹെഡ് മാസ്റ്റർ ടോമി സാറാണ്. നിസ്വാർത്ഥ സേവനത്തിൻ്റെ മകുടോദാഹരണമാണ് അദ്ദേഹത്തിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് വൈകലച്ച, എൻ്റെ സ്കൂളിലെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, മിഷൻ ലീഗിൻ്റെയും തിരുവാല സഖ്യത്തിൻ്റെയും ഭാരവാഹികൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ വിദ്യാർത്ഥി, കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ മറ്റൊരു അധ്യയന വർഷത്തിന് നമ്മളിന്ന് തുടക്കം കുറിക്കുകയും മുൻ വർഷത്തേതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഈ വർഷവും ക്ലാസുകൾ ക്രമീകരിക്കും. നിങ്ങൾക്കറിവുള്ളതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമാണ്. കാരണം വിശ്വാസ പരിശീലന ക്ലാസുകളിൽ നടക്കുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ പരിശീലനമാണ്. അതാകട്ടെ കുടുംബങ്ങളിൽ നിന്നും, മാതാപിതാക്കളിലൂടെ, അധ്യാപകരിലൂടെ, സഹപാഠികളിലൂടെയൊക്കെ കണ്ടറിഞ്ഞ് വിദ്യാർത്ഥികൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ജീവിത മാതൃകകളാണ്. ഇത്തരത്തിലുള്ള ജീവിത മാതൃകകൾ സ്വായത്തമാക്കുവാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം മതിയാവില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പരമാവധി വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കത്തക്ക രീതിയിലുള്ള ക്ലാസുകളാണ് ഈ വർഷം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് സീറോ മലബാർ സഭ സൺഡേ കാറ്റഗിസം ക്ലാസുകൾ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആയതിൻ്റെ ഭാഗമായി നമ്മുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നിന്നും തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത ക്ലാസുകളിലായി ഷെക്കീന, ഷാലോ, ഗുഡ്നസ് എന്നീ TV ചാനലുകളിലൂടെ വ്യത്യസ്ത ക്ലാസുകൾ സംപ്രേഷണം ചെയ്തു. ഈ ക്ലാസുകളുടെ തന്നെ സംപ്രേഷണം യൂട്യൂബ് ചാനലിൽ ഞായറാഴ്ചയും നമുക്ക് ലഭ്യമാണ്. ഈ ഒരു രീതിയിൽ
കുട്ടികൾക്ക് ഏത് സങ്കേതം ഉപയോഗിച്ച് വേണമെങ്കിലും തങ്ങളുടെ ക്ലാസ്സുകളിൽ കയറാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മളുടെ ഇടവകയിൽ സൺഡേ സ്കൂളിൽ ഒരു ഐക്യരൂപം വരുന്ന രീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും കൃത്യം 10 മണിക്ക് തന്നെ, രാവിലെ 10 മണിക്ക് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ 10 മണിക്ക് യൂട്യൂബ് ചാനലിൽ നിന്നും ക്ലാസ്സുകൾ കേൾക്കുന്നു. അതിനുശേഷം അവരുടെ സ്വന്തം അധ്യാപകർ തന്നെ ഗൂഗിൾ മീറ്റ് വഴി കുട്ടികളുമായി സംസാരിക്കുന്നു. അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും അവരുമായിട്ട് സംസാരിച്ച് ചോദ്യോത്തരങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവയ്ക്കുവാനും അവരുടെ ഹാജരെടുക്കുന്നതിനുമൊക്കെയുള്ള പരിപാടികൾ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്തിരിക്കുക. അതുവഴി തന്നെ മുൻവർഷം നമുക്ക് ഇല്ലാതിരുന്ന കുട്ടികളുമായിട്ടുള്ള നേരിട്ടുള്ള സംവാദം നമുക്ക് ഇതുവഴി സാധ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ വിശ്വാസ പരിശീലന പ്രോഗ്രാമുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം കൂടിയാണ് അച്ഛൻ. കേവലം 2 വർഷങ്ങൾ മാത്രമാണ് നമ്മളോടൊപ്പം അച്ഛൻ പ്രവർത്തിച്ചത്. ഈ 2 വർഷ കാലയളവ് കൊണ്ട് തന്നെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇടവക ജനത്തിന്റെ ആത്മീയ ജീവിതത്തിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് അച്ഛൻ നോക്കിക്കാണുന്നത് സൺഡേ സ്കൂളിനെയാണ്. അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ കരുതലോട് കൂടിയിട്ടുള്ള നേതൃത്വമാണ് അച്ഛൻ നൽകുന്നത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അങ്ങ് ഏറെ സ്നേഹത്തോടുകൂടി ഈ ഉദ്ഘാടന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ. നിങ്ങൾക്കറിയാം, കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ അധ്യാപകരെക്കാൾ ഉപരിയായി നേതൃത്വം കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുമ്പോൾ ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, കുട്ടികൾ എത്രമാത്രം താല്പര്യത്തോടുകൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നോക്കി നേരിട്ട് കാണാനുള്ള അവസരമുള്ളത് മാതാപിതാക്കൾക്കാണ്. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞ വർഷവും ഒക്കെ നിങ്ങളെല്ലാവരും വളരെ നല്ല ഒരു സഹകരണമാണ് നൽകിയത്. ഈ വർഷവും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൃഷിയിലേക്കും തിരുവാല സഖ്യവും ഒക്കെ പോലെയുള്ള നമ്മളുടെ സംഘടന. അതിലൂടെയാണ് നമ്മൾ പഠിച്ച വചനങ്ങളുടെ, പഠിച്ച കാര്യങ്ങളുടെ പ്രായോഗിക വശങ്ങൾ നമ്മൾ സ്വായത്തമാണ്. നമ്മുടെ ഇടവകയിൽ മിഷനറി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എഡ്വിന്റെ നേതൃത്വത്തിലുള്ള എഡ്വിൻ റോബർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ സംഘമാണ്. അതോടൊപ്പം തന്നെ തിരുവാല സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് സെബാൻ കൈതാരവും ദൈവീന മുണ്ടിയാങ്കരും. 2 സെറ്റ് ഭാരവാഹികളെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളാണ്. നമുക്കറിയാം, ഈ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി ത്യാഗത്തോടുകൂടി വളരെയേറെ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചത് കുട്ടികൾക്കും അധ്യാപകർക്കും അറിയാം. ഓൺലൈൻ പഠനം എന്ന് പറയുന്നത് സത്യത്തിലെ ക്ലാസ്സിൽ നേരിട്ട് പഠിപ്പിക്കുന്നതിന് ഇരട്ടി ബുദ്ധിമുട്ടാണ്. ഇരട്ടിയിൽ കൂടുതൽ അവരതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം കുറച്ചുകൂടി കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിട്ട് അധ്യാപകർ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ഇടപെടുന്നത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഇതെല്ലാം ഒരു ദൗത്യം എന്ന രീതിയിൽ ഏറ്റെടുത്തിട്ടുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ. എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയും നിങ്ങളിതിലൂടെ കാണിക്കുന്ന ഒരു സഹകരണവുമാണ് ശരിക്കും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളെയും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1-2 നല്ല വാക്കുകൾ, 1-2 വ്യക്തിത്വങ്ങളെ കൂടി നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇന്നലെ തന്നെ നിങ്ങളുടെ
ഗ്രൂപ്പുകളിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട് പ്രൊമോ വീഡിയോയിൽ. അതിൻ്റെയൊക്കെ പിന്നീട് അച്ഛനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തെരേസ് സിസ്റ്ററാണ്. സിസ്റ്ററാണ് ഈ പ്രാവശ്യം മിഷൻ ലീഗ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും മിഷൻ ലീഗിൻ്റെ ആനിമേറ്റർ എന്ന രീതിയിൽ ആ സേവനം ചെയ്യുന്നത്. സിസ്റ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം, ഇടവകയുടെ പ്രവർത്തനത്തിൽ മൊത്തത്തിലും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സിസ്റ്ററിനെയും അതോടൊപ്പം തിരുവാല സഖ്യത്തിൻ്റെ അനിമേറ്ററായിട്ട് ഈ വർഷം മുതൽ പ്രവർത്തിക്കുന്നത് അഞ്ജു ജോയി പള്ളിത്താടത്ത് ടീച്ചറാണ്. ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈശോയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം താങ്ങും തണലുമായിട്ട് നമ്മൾക്ക് സഹായകമായിട്ട് യേശു ക്രിസ്തു ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വൈദികൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ മൂല്യത്തിന്റെ ആത്മീയതയുടെ തിരയിളക്കമായ നമ്മുടെ വികാരിയച്ഛൻ കാട്ടുപുല്ലുകളെ വകഞ്ഞു മാറ്റി കടന്നുപോകുന്ന ഇളം കാറ്റ് പോലെയായിരുന്നു അദ്ദേഹം ഈ 2 വർഷം. കർമ്മശേഷിയുടെ തളരാത്ത ചൈതന്യമായ നമ്മുടെ വികാരിയച്ഛൻ കോയിക്കലച്ഛനെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മാതാധ്യാപകരെ, ഞാൻ ഏറ്റവും കൂടുതൽ അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, വീട്ടിലായിരുന്നുകൊണ്ട് ഈ ഓൺലൈൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹത്താൽ സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട ഇടവകയാണ്. കാരണം കോവിഡ് എന്ന മഹാമാരി ഈ ലോകം മുഴുവനെയും കാർന്നു തിന്നുമ്പോൾ നമ്മുടെ ഇടവകാതിർത്തിയിൽ ഇതുവരെയും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊന്നും കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും കോവിഡ് മൂലം നമ്മുടെ ഇടവകയിൽ ആരും മരണപ്പെട്ടില്ല എന്നതും ദൈവത്തിന്റെ വലിയ കാരുണ്യമാണ്. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദാനമാണ്, കാരുണ്യമാണ് എന്റെ ജീവിതം എന്ന് ഓർക്കുക. അപ്പൊ ദൈവത്തിന്റെ ഈ കാരുണ്യത്തിന്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നമുക്കൊന്നു ചേർന്ന്, ഇടവക കുടുംബം ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ അച്ഛൻ ടോമി സാർ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മുടെ ഹോളി ഫാമിലി ക്ലിയാർലണ്ടം ഇടവകയുടെ വിശ്വാസ പരിശീലനം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വർഷം നമ്മൾ കൃത്യമായ ഒരു സമയവും കൃത്യമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10 മണിക്ക് കൃത്യമായി ഓൺലൈനിൽ നിങ്ങൾ വേദപാഠം കൂടുന്നു, വേദപാഠത്തിന്റെ ക്ലാസ്സുകൾ കൂടുന്നു. 10:45 ആകുമ്പോൾ ഗൂഗിൾ മീറ്റ് വഴി നിങ്ങളുടെ മതാധ്യാപകരുമായി നിങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി കാണുകയും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും അങ്ങനെ 11:04 വരെയുള്ള സമയം, 10 മുതൽ 11:04 വരെയുള്ള എല്ലാ ഞായറാഴ്ചത്തെ സമയം നമ്മൾ ഔദ്യോഗികമായി വേദപാഠ വിശ്വാസ പരിശീലനത്തിന് ഈ വർഷം പ്രയോജനപ്പെടുത്തുന്നതാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം അത് ജീവിക്കേണ്ടതാണ്. വിശ്വാസം അത് ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ശീലമാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ കോവിഡ് എന്ന മഹാമാരി മൂലം വിശ്വാസത്തിന്റെ പ്രായോഗിക തലങ്ങൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ്. ആ സാഹചര്യങ്ങൾ വഴികൾ നമ്മുടെ അനുദിന വിശുദ്ധ കുർബാനയും കുമ്പസാരവും കൗദാശിക ജീവിതവും കുടുംബ കൂട്ടായ്മയും ലൈവായിട്ടുള്ള വിശ്വാസ പരിശീലനവും ഒക്കെയാണ്. അതെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വിശ്വാസം ഈ ഒരു വർഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ കൂട്ടായ ഒരു പരിശ്രമം ഇവിടെ ഉണ്ടാകണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. മാതാപിതാക്കളാണ് തീർച്ചയായിട്ടും കുടുംബമാണ് വിശ്വാസത്തിന്റെ കളരി എന്ന് നമുക്കറിയാം. പക്ഷെ ഈ വർഷം എല്ലാ വർഷത്തേക്കാൾ ഉപരിയായി ഒരു ഉന്നതം ശ്രദ്ധയും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ, തളർന്നു പോകാതെ അതിനെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയും. അതുകൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും അച്ഛന് പറയാനുള്ള ഒരു കാര്യം,
നിങ്ങളുടെ തീക്ഷ്ണമായ ഒരു പരിശ്രമവും പ്രോത്സാഹനവും വിശ്വാസ പരിശീലന മേഖലയിൽ ഈ വർഷം ഉണ്ടാകണം. വേണ്ട നിർദ്ദേശങ്ങൾ ഓൺലൈനായി തീർച്ചയായിട്ടും ഇടവകയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് അച്ഛൻ പറയാനുള്ള ഒരു കാര്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പള്ളിയിൽ വരണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയും നിങ്ങളെ നിർബന്ധിക്കുകയും വന്നില്ലേ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നു. ആ ശീലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആ ശീലങ്ങളൊക്കെ ഇനി ഏത് കാലത്ത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടും. അതുകൊണ്ട് എന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഈശോയോടൊപ്പം ഈശോയിലേക്ക് വളരുക എന്നത് നിങ്ങളിൽ വിശുദ്ധമായിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായി അതിപ്പോൾ മാറിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ വർഷം ഈശോയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ഈശോയിലേക്ക് നമുക്ക് വളരാൻ വേണ്ടി പരിശ്രമിക്കാം. ഭാവിയിൽ അനുദിന ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ചെറുപ്പകാലത്തിലെ ഈശോയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ, ഈശോയിലേക്ക് വളരുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരായി നമ്മൾ മാറും. അങ്ങനെ തളരാനുള്ളതല്ല ക്രൈസ്തവ ജീവിതം. ക്രിസ്തുവാണ് എന്റെ അഭയശില എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ കർത്താവിൽ നിലനിൽക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് എന്ന് സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ വചനം മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് ഈ വർഷം ഈശോയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഫലവത്തായ ഒരു വിശ്വാസ പരിശീലന വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ 2021-22 വർഷത്തെ സൺഡേ സ്കൂളിന്റെ വിശ്വാസ പരിശീലനം ഔദ്യോഗികമായി നമ്മൾ ഈ സമയം ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാകുവാൻ വേണ്ടി ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. 2021-22 അധ്യയന വർഷം സൺഡേ സ്കൂളിൻ്റേത് പ്രകാശപൂരിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിഷൻ ലീഗിന്റെ പ്രസിഡന്റ് എഡ്വിൻ റോബർട്ടിനെയും തിരുവാല സഖ്യത്തിന്റെ പ്രസിഡന്റ് ഡിയോൺ കൈതാരത്തിനെയും സബാൻ കൈതാരത്തിനെയും ഒപ്പം അച്ഛനെയും സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ടോമി സാറിനെയും ക്ഷണിക്കുന്നു. പുഷ്പ മിഷൻ ലീഗിനെ 2021-22 വർഷങ്ങളിൽ നയിക്കേണ്ട ഭാരവാഹികൾ എഡ്വിൻ റോബർട്ട് കണ്ണഞ്ചിറ, എഡ്ന പ്രസിഡന്റും എഡ്ന സച്ചി ഇലവുങ്കൽ വൈസ് പ്രസിഡന്റും അയോണ മരിയ ജസ്റ്റസ് സെക്രട്ടറിയും ഡിയോൺ രാജേഷ് ജോയിന്റ് സെക്രട്ടറിയും തെക്കേൽ, ആൻബിൻ ആൻസൺ ഈന്തങ്ങൽ ട്രഷററുമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം തിരുവാല സഖ്യത്തിനെ നയിക്കുവാനായിട്ട് സബാൻ ഡി കൈതാരവും മരിയ ഷാജി മുണ്ടിയാങ്കലുമാണ് ഈ വർഷത്തെ ഈ തിരുവാല സഖ്യവും മിഷൻ ലീഗും ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നന്ദി അർപ്പിക്കുക എന്നുള്ള കർമ്മമാണ്. ആ കടമയിലേക്ക് ചുറുചുറുക്കുള്ള നമ്മുടെ മിഷൻ ലീഗിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന എഡ്വിൻ റോബർട്ട് കണ്ണഞ്ചിറയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, ഈ മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിലും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂളിന്റെയും മിഷൻ ലീഗിന്റെയും തിരുവാല സഖ്യത്തിന്റെയും ഉദ്ഘാടനം നമ്മൾ നടത്തുകയായിരുന്നു. വിശുദ്ധ കുർബാന കൂടുവാനോ വേദപാഠ ക്ലാസ് കൂടുവാനോ സാധിക്കാത്ത കോവിഡ് കാലമായതിനാലാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോസഫ് കോയിക്കലച്ചനാണ്. സ്കൂളിന്റെ ചുമതല ലഭിച്ചതിന്റെ തിരക്കിലായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹം ഒട്ടും കുറയാതെ
ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെയും മറ്റ് സംഘടനകളുടെയും പ്രവർത്തനം ഉദ്ഘാടനം നിർവഹിച്ച വികാരി അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ടോമി സാറാണ് വർഷങ്ങളായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാലത്തും നമ്മെ നയിക്കുന്ന ടോമി സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ മതാധ്യാപകർക്കും, സിസ്റ്റേഴ്സിനും, മിഷൻ ലീഗിൻ്റെയും തിരുവാല സഖ്യത്തിൻ്റെയും എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രവർത്തന വർഷത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുടെ നർമ്മലനുകൾ അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം വീഡിയോകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നന്ദി അർപ്പിക്കുന്നു. ഈ കോവിഡ് കാലത്തും ജാഗ്രത കൈവിടാതെ, വിശ്വാസ തീക്ഷ്ണം നഷ്ടപ്പെടാതെ വിശ്വാസ പരിശീലനവും സംഘടനാ പ്രവർത്തനവും ഭംഗിയായി നടത്തുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിശ്വാസ പരിശീലന വർഷം ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ആശംസിക്കുന്നു. അധ്യയന വർഷത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കിളിയാറുകണ്ടം മിഷൻ ലീഗും തിരുവാല സഖ്യവും പ്രതിനിധികൾ.